കുവൈറ്റിലെ അബ്ബാസിയ എന്ന കൊച്ചു ഗ്രാമം. ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് സാർ. ഏതൊരാഘോഷവും ജാതിമത രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ ഏറ്റെടുത്ത് കളറാക്കാറുണ്ട്. അപ്പോൾ ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഏതൊരാളോടും ചോദിച്ചാൽ എപ്പോഴും പറയും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ കൊച്ചു കേരളം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കൈ ചൂണ്ടി പറയാൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അബ്ബാസിയ. അബ്ബാസിയ എൻ്റെ കൊച്ചു കേരളമാണ് എന്നാണ് കൊച്ചുകുട്ടികൾ പോലും പറയുന്നത്. അവിടെ ഏതൊരാഘോഷവും നേരത്തെ പറഞ്ഞതുപോലെ ജാതിമത രാഷ്ട്രീയം നോക്കാതെ കളറാക്കാറുണ്ട് ഇവിടെയുള്ള മലയാളി താരങ്ങൾ. എന്തായാലും ഇവിടുത്തെ മലയാളി താരങ്ങളുടെ ക്രിസ്തുമസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു കാഴ്ചയാണ്, ക്രിസ്തുമസ് കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാം ഇവർ ഗംഭീരമാക്കാറുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മൾ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു എല്ലാവരും ചേർന്നുള്ള ഒരു ഒത്തൊരുമ, അതൊക്കെയാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. കുവൈറ്റ് പോലെയുള്ള ഒരു GCC കൺട്രിയിൽ, അതും മലയാളികൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഈ കൊച്ചു കേരളം എന്ന് പറയുന്ന അബ്ബാസിയയിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ചില മെസ്സേജുകളൊക്കെ നമുക്ക് ഇതിനകത്ത് തരുന്നു എന്നുള്ളത് വേറെയൊരു പ്രത്യേകതയാണ്. മലയാളികളുടെ ഒത്തൊരുമ കാണണമെങ്കിൽ കുവൈറ്റിലെ അബ്ബാസിയയിൽ വരണം. It's not just 12-hour premium. It's game, set, and match. Vulturin. വൈകുന്നേരമായാൽ അബ്ബാസിയയിൽ ഇറങ്ങുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, നല്ല ചായയും പരിപ്പ് വടയും സുഗിയനും ഉണ്ട, പഴംപൊരി, ബോണ്ട, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരുപാട് മലയാളി കടകളുണ്ട്. ലഘുഭക്ഷണം കിട്ടുന്ന മലയാളി കടകൾ. അതുമായിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ക്രിസ്തുമസ് പുതുവത്സരം, ക്രിസ്തുമസ് ആണ് കൂടുതൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുമസിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. എന്തായാലും ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടേക്ക് ഒരു മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ പിന്തുടർന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വർഗീയത നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തങ്ങോട്ട് കളയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും 1000 ക്രിസ്തുമസ് ആശംസകൾ, അതോടൊപ്പം പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഞാൻ RJ എബ്രു ആണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണേ. അതേപോലെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്.